ഡിസ്ക്രിറ്റ് മാത്തമാറ്റിക്സിലെ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇന്നത്തെ ടോപ്പിക്ക്. എ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോംഡ് ബൈ കമ്പൈനിങ് 2 or more സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് യൂസിങ് ലോജിക്കൽ കണക്റ്റീവ്സ് ആണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. സിമ്പിൾ സെൻറ്റൻസുകളെ സ്റ്റേറ്റ്മെൻറ്റുകളെ ഒരു ലോജിക്കൽ കണക്റ്റീവ് വെച്ച് കണക്ട് ചെയ്ത് കിട്ടുന്ന ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ആ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുന്ന ലോജിക്കൽ കണക്റ്റീവ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലോജിക്കൽ കണക്റ്റീവ്സ്, മെയിൻ ലോജിക്കൽ കണക്റ്റീവ്സ് 5 ടൈപ്പാണുള്ളത്. ഒന്ന് കൺജങ്ഷൻ, ആൻഡ് ഓപ്പറേഷൻ പോലെ വരുന്നതാണ് കൺജങ്ഷൻ, ഡിസ്ജങ്ഷൻ ഓർ, നെഗേഷൻ നോട്ട്, കണ്ടീഷണൽ ഇഫ് ദെൻ, ബൈ കണ്ടീഷണൽ, ഇഫ് ആൻഡ് ഓൺലി ഇഫ്, ആ കണ്ടീഷൻ. കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ ആൻഡ് ഓപ്പറേഷൻ ആണ്. പി ആൻഡ് ക്യൂ, പി കൺജങ്ഷൻ ക്യൂ. ആ കണ്ടീഷനിൽ നമുക്കറിയാം പിയും ക്യൂവും ട്രൂ ആവുന്ന കേസിലാണ് മാത്രമാണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ട്രൂ ആവുള്ളൂ. ബാക്കി എല്ലാ കേസിലും റിസൾട്ട് ഫോൾസ് ആയിരിക്കും, ആൻഡ് ഓപ്പറേഷൻ്റെ പോലെ. ഇനി ഡിസ്ജങ്ഷൻ എന്ന് പറയുന്നത് ഓറാണ്. ഡിസ്ജങ്ഷൻ മീൻസ് പി ഓർ ക്യൂ. ഇതിൽ നമുക്ക് രണ്ടും ഫോൾസ് ആവുന്ന കണ്ടീഷനിൽ മാത്രമാണ് റിസൾട്ട് ഫോൾസ് ആവുള്ളൂ. ബാക്കി പിയോ ക്യൂവോ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആവുന്ന കേസിൽ ഇതിൻ്റെ റിസൾട്ട് ട്രൂ ആയിരിക്കും. ഇപ്പോൾ പി ഓർ ക്യൂവിൽ 3 കണ്ടീഷനിൽ ട്രൂ ആവും, ഒരു കണ്ടീഷനിൽ മാത്രമാണ് ഫോൾസ് ആവുള്ളൂ. പി ആൻഡ് ക്യൂവിൽ കൺജങ്ഷനിലാണെങ്കിൽ 3 കണ്ടീഷനിൽ ഫോൾസ് ആവും, ഒരു കണ്ടീഷനിൽ മാത്രമേ ട്രൂ ആവുള്ളൂ. നെഗേഷൻ എന്ന് പറഞ്ഞാൽ നോട്ട്. അപ്പോൾ പി എന്ന് പറഞ്ഞൊരു ട്രൂ ആണെങ്കിൽ നെഗേഷൻ പി ഫോൾസ് ആയിരിക്കും, പി ഫോൾസ് ആണെങ്കിൽ നെഗേഷൻ പി ട്രൂ ആയിരിക്കും. ഒറ്റ കണ്ടീഷൻ. കണ്ടീഷണൽ മീൻസ് ഇഫ് ദെൻ. പി ഇംപ്ലൈസ് ക്യൂ ആണെന്നുള്ളതാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് പറയണത്. ഇനി ബൈ കണ്ടീഷണൽ എന്ന് പറയണത് പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് ക്യൂ ഇംപ്ലൈസ് പി. അതായത് പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് ക്യൂ ഇംപ്ലൈസ് പി. ഈ കണ്ടീഷൻ വരുമ്പോഴാണ് ബൈ കണ്ടീഷണൽ പറയണത്, ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഇനി നെഗേഷൻ 2 ടൈപ്പ്. നെഗേഷനിൽ ഫസ്റ്റ് വരുന്നത് ഇഫ് പി ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം നെഗേഷൻ പി മീൻസ് നോട്ട് പി. പി എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് അല്ലാത്തതാണ് നോട്ട് പി ആയിട്ട് വരാം. എക്സാമ്പിൾ 2 ഈസ് ആൻ ഈവൻ നമ്പർ, അതൊരു ട്രൂ ആണെങ്കിൽ നെഗേഷൻ പി എന്ന് പറയുന്നത് 2 ഈസ് നോട്ട് ആൻ ഈവൻ നമ്പർ, ഫോൾസ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഫോൾസ് ആയിട്ട് വരും. ഇനി ഡബിൾ നെഗേഷൻ എന്ന് പറഞ്ഞാൽ പീനെ നെഗേറ്റ് ചെയ്യുമ്പോൾ സിംഗിൾ നെഗേഷൻ എന്ന് പറയുമ്പോൾ ഒരു നെഗേഷൻ കൊടുക്കും, അതിനെ വീണ്ടും ഒരു വട്ടം കൂടി നെഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒറിജിനൽ പിയിലേക്ക് തന്നെ കിട്ടും. അതിനെയാണ് ഡബിൾ നെഗേഷൻ എന്ന് പറയുന്നത്. നെഗേഷൻ ഓഫ് നെഗേഷൻ പി ഈക്വൽ ടു പി. ട്രൂത്ത് വാല്യൂ റിമെയിൻസ് സെയിം. ട്രൂത്ത് വാല്യൂസ് ഇതിൻ്റെ നെഗേഷൻ പി കണ്ട് നെഗേഷൻ പിയുടെ നെഗേഷൻ കണ്ടിട്ട് വരുമ്പോൾ അതിൻ്റെ വാല്യൂയും ട്രൂത്ത് വാല്യൂയും പിയുടെ ട്രൂത്ത് വാല്യൂയും സെയിം ആയിരിക്കും. ഇനി കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. പി ഇംപ്ലൈസ് ക്യൂ മീൻസ് ഇഫ് പി ഈസ് ട്രൂ ദെൻ ക്യൂ ഈസ് ട്രൂ. അപ്പോൾ പി ഇംപ്ലൈസ് ക്യൂ മീൻസ് ഇഫ് പി ഈസ് ട്രൂ ദെൻ ക്യൂ ഈസ് ട്രൂ. അതിൻ്റെ ട്രൂത്ത് ടേബിൾ വരുന്നതൊന്ന് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. അതിൻ്റെ എന്ന് വെച്ചാൽ പി ട്രൂ ആവുമ്പോൾ പിയും ക്യൂവും ട്രൂ ആവുമ്പോൾ പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആയിരിക്കും. പി ട്രൂ ക്യൂ ഫോൾസ് ആവുമ്പോൾ ഫോൾസ്. പി ഫോൾസ് ക്യൂ ട്രൂ ആവുമ്പോൾ ട്രൂ. പി ട്രൂ ക്യൂ ട്രൂ ആവുമ്പോൾ പി ഫോൾസ് ക്യൂ ഫോൾസ് ആവുമ്പോൾ ട്രൂ. അപ്പോൾ ഒരു കണ്ടീഷനിൽ മാത്രമാണ് അത് ഫോൾസ് ആവണത്, അത് ഇവിടെ പി ട്രൂ ആവുന്ന സമയത്ത് ക്യൂ ഫോൾസ് ആവണതിലാണ് ഇതിൻ്റെ റിസൾട്ട് ഫോൾസ് ആവണത്. ഇഫ് ക്യൂ ട്രൂ ആണെങ്കിൽ ദെൻ ക്യൂ ഈസ് ട്രൂ. അതായത് ഇത് ട്രൂ ആണെങ്കിൽ ഇത് ട്രൂ ആയി, ഇതും ട്രൂ ആണെങ്കിലാണ് റിസൾട്ട്. If P is true, then Q is true. P ട്രൂ ആയിട്ട് Q ഫോൾസ് ആവുമ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് ഫോൾസ് ആവുന്നത്. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഫോർമുലയാണ് പി ഇംപ്ലൈസ് ക്യൂ ഈക്വലൻ ടു നെഗേഷൻ പി ഓർ ക്യൂ. നെഗേഷൻ പി ഓർ ക്യൂ.
പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് നെഗേഷൻ പി ഓർ ക്യൂ. ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് പി ഡബിൾ ആരോ ആണ് കേട്ടോ. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൽ സിംഗിൾ ആരോ ആണ്, ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഡബിൾ ആരോ ആണ്. പി ബൈ കണ്ടീഷണൽ ക്യൂ മീൻസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ. പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ ആയാൽ മാത്രമാണ് ബൈ കണ്ടീഷണൽ ആവുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും. പി ബൈ കണ്ടീഷണൽ ക്യൂ എന്ന് പറഞ്ഞാൽ പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് ക്യൂ ഇംപ്ലൈസ് പി. പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് ക്യൂ ഇംപ്ലൈസ് പി. ഇനി ഓൾജിബ്ര ഓഫ് പ്രിപ്പോസിഷൻസ്. ടോട്ടോളജി മീൻസ് ഓൾവേസ് ട്രൂ. Contradiction, always false. Contingency, sometimes true, sometimes false. ഈ മൂന്നാണ് ഓൾജിബ്ര ഓഫ് പ്രിപ്പോസിഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി MCQകൾ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വലൻറ്റ് ടു പി ഇംപ്ലൈസ് ക്യൂ? നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ളതാണ്. പി ഇംപ്ലൈസ് ക്യൂ മീൻസ് നെഗേഷൻ പി ഓർ ക്യൂ. ഇത് ബൈ ഹാർട്ട് ചെയ്യണം. നെഗേഷൻ പി ഓർ ക്യൂ. അപ്പം ഇത് നോക്കാം. ഇത് എക്സാമിന് വരുന്ന സമയത്ത് ഇത്തിരി കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ചാൽ പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ ട്രൂത്ത് ടേബിൾ എഴുതാം, പിന്നെ നെഗേഷൻ പി ഓർ ക്യൂ, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ടുകൾ സെയിം ആയിട്ട് വരും. ട്രൂത്ത് ടേബിളിൻ്റെ റിസൾട്ടുകൾ സെയിം ആയിട്ട് വരും. അങ്ങനെ നമുക്ക് അതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളത് നോക്കാം. അതിൻ്റെ അതേപോലത്തെ ക്വസ്റ്റ്യനുകൾ വേറെ സ്ലൈഡിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് പി ഈസ് ഫോൾസ് ആൻഡ് ക്യൂ ഈസ് ട്രൂ ദെൻ പി ഇംപ്ലൈസ് ക്യൂ ഈസ്. പി എന്ന് പറയണത് ഫോൾസ്, ക്യൂ എന്ന് പറയണത് ട്രൂ. പി ഫോൾസ്, ക്യൂ ട്രൂ. ദെൻ പി ഇംപ്ലൈസ് ക്യൂ. നമ്മൾ നേരത്തെ പഠിച്ചു, ക്യൂ ഫോൾസ് ആവണ കണ്ടീഷൻ, ഇവിടെ ട്രൂ ആവണ കണ്ടീഷൻ മാത്രമേ ഫോൾസ് ആവുള്ളൂ, ബാക്കി എല്ലാ കണ്ടീഷനിലും ഇത് ട്രൂ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ അങ്ങനെയാണ് വരുന്നത്, ട്രൂ. ക്വസ്റ്റ്യൻ നമ്പർ 3, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ ടോട്ടോളജി? ടോട്ടോളജി മീൻസ് ഓൾവേസ് ട്രൂ. ആണ് ടോട്ടോളജി. അപ്പം ഇതിൽ ഫസ്റ്റ് വരുന്നത് പി ആൻഡ് നെഗേഷൻ പി. ആൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിൽ രണ്ടും ട്രൂ ആയാൽ മാത്രമാണ് ഇതിൻ്റെ റിസൾട്ട് ട്രൂ ആവുള്ളൂ. പക്ഷേ ആൻഡ് വരുമ്പോൾ ഇവിടെ പി ആണ്, പിന്നെ ഇവിടെ നെഗേഷൻ പി ആണ്. അപ്പോൾ ഇവിടെ ട്രൂ ആവുമ്പോൾ ഇവിടെ എന്തായാലും ഫോൾസ് ആവും. അപ്പോൾ അതിൻ്റെ ആൻഡ് ഓപ്പറേഷനിൽ ഒരിക്കലും അതിൻ്റെ റിസൾട്ട് ട്രൂ ആയിട്ട് കിട്ടില്ല. അപ്പോൾ അത് തെറ്റാണ്. ഇനി സെക്കൻഡ്, പി ഓർ നെഗേഷൻ പി. ഓർ ഓപ്പറേഷനിൽ നമുക്ക് ഫോൾസ് ആവണത് രണ്ടും ഫോൾസ് ആവുമ്പോൾ മാത്രമാണ് ഫോൾസ് ആവണുള്ളൂ. പക്ഷേ ഇവിടെ പി ഫോൾസ് ആവുമ്പോൾ നെഗേഷൻ പി ട്രൂ ആവും, പി ട്രൂ ആവുമ്പോൾ നെഗേഷൻ പി ഫോൾസ് ആവും. തിരിച്ചും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന കാരണം ഏതെങ്കിലും ഒരു കണ്ടീഷനിൽ അത് ട്രൂ ആവും. അപ്പോൾ റിസൾട്ടിൽ അത് ട്രൂ ആവണ കാരണമാണ് റിസൾട്ട് ബി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കുകൾ ഇത്രയാണ് കേട്ടോ.